കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഇലക്ട്രിക് കാറ്, ജീപ്പ്, ബൈക്ക്, എങ്ങനെ ഒരുപാട് മോഡലുകളിൽ നമ്മളുടെ ഒറിജിനൽ വണ്ടികളെ തന്നെ വെല്ലുന്ന രൂപത്തിലുള്ള വ്യത്യസ്തമായ വണ്ടികൾ ഇന്ന് നമ്മളുടെ കുട്ടികൾക്ക് അവൈലബിൾ ആണ്. ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു ജീപ്പ്, ഒരു ഓപ്പൺ ജീപ്പാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇത് ആ ജീപ്പിൻ്റെ രൂപത്തിലൊന്നും അല്ല ഇരിക്കുന്നത്, പീസായിട്ട് നമ്മുടെ ബോക്സിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ആ വണ്ടിയുടെ യഥാർത്ഥ രൂപത്തിലേക്ക് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ പണി. ഇതാണ് ബോക്സ്. നല്ല വലിപ്പമുള്ള ബോക്സാണ്. ഈ വലിപ്പത്തിന് പ്രൊപ്പോർഷണലായിട്ട് തന്നെയുള്ള ഒരു വലിപ്പം നമുക്ക് നമ്മുടെ ഈ വണ്ടിക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിൻ്റെ പാർട്സ് എല്ലാം എങ്ങനെയാണ് ഇതിലിരിക്കുന്നതെന്നും അതിനെ എങ്ങനെ സെറ്റാക്കിയിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് കൊണ്ടുവരാം എന്നും നോക്കാം. നല്ല വലിപ്പമുള്ള 4 ടയറുകൾ, ഇത് ഇങ്ങനെ 4 എണ്ണം ഇതിൻ്റെ 4 സൈഡിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കവറൊന്ന് വലിച്ചു മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ വണ്ടിയുടെ യഥാർത്ഥ സൗന്ദര്യം, അതിൻ്റെ ആ ഫ്രണ്ട്, അതിൻ്റെ ആ ലുക്ക്, വാവ്, ഒന്നും പറയാനില്ല, കിടിലൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇനി ചെയ്യേണ്ട പണികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് 4 ടയർ നമ്മൾ പിടിപ്പിക്കാനുണ്ട്. അതുപോലെ ഇതിൻ്റെ സീറ്റ് സെറ്റ് ചെയ്യാനുണ്ട്. സീറ്റ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കൊടുത്തിട്ടില്ല, ജസ്റ്റ് വയേഴ്സ് എല്ലാം ഇങ്ങനെ കിടക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ലൈറ്റ്സിലേക്കുള്ളതും ഇതിൻ്റെ ആക്സിലറേറ്ററിലേക്കും മോട്ടറിലേക്കും ഉള്ള കണക്ഷൻസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മൾ സീറ്റ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ 4 ടയർ സെറ്റ് ചെയ്യുക, സീറ്റ് സെറ്റ് ചെയ്യുക, അതുപോലെ ഇതിൻ്റെ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പാർട്സ് ഉണ്ട്. സോ അതെല്ലാം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പണി. അപ്പോൾ ഇനി അതെല്ലാം കൂടി സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. അങ്ങനെ കുറച്ച് നേരത്തെ പണിക്ക് ശേഷം നമ്മളുടെ വണ്ടി റെഡി ആയിരിക്കുകയാണ്. കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത് നല്ല കിടിലൻ ലുക്കാണ്. ആര് കണ്ടാലും വാവ് എന്നേ പറയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പവറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് 4 മോട്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 4 ടയറിലും മോട്ടറുകളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പവറാണ്. ഇതിൻ്റെ ആക്സിലറേറ്ററിൽ നമ്മൾ പയ്യെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ല ശക്തിക്ക് അങ്ങ് മുന്നോട്ട് പോവുകയാണ്.
അതുപോലെ തന്നെ ഇതിനകത്ത് റിമോട്ടുണ്ട്. ഇപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ സീറ്റിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറിയിരുന്ന് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. തിരിക്കാനും പറ്റും, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ കൊണ്ടുപോകാനും എല്ലാം റിമോട്ടിൽ തന്നെ സാധിക്കും. ഇതിങ്ങനെ വരുന്ന എല്ലാ ഇലക്ട്രിക്കൽ വണ്ടികൾക്കും ഈ ഓപ്ഷൻസ് എല്ലാം ഉള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പെൻ ഡ്രൈവ് കുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പാട്ട് കേൾക്കാം. അതുപോലെ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതുകൂടാതെ നമുക്ക് ഇതിൽ തന്നെയുള്ള നോർമലി വരുന്ന കുറച്ച് മ്യൂസിക്സ് കേൾക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ ലൈറ്റ് ബാക്കിൽ നല്ല ലൈറ്റ്സ് ഉണ്ട്, ഫ്രണ്ടിൽ ലൈറ്റ്സ് ഉണ്ട്. അതുപോലെ ഡോറ് നമുക്ക് ഈ കാണുന്ന പോലെ തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യാം. അതുപോലെ വേറെ എന്താ പറയുക, മൊത്തത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലുക്കാണ്. അതുപോലെ 2 പേർക്ക് ഇതിൻ്റെ അകത്ത്, ചെറിയ പിള്ളേരൊക്കെയാണെങ്കിൽ 2 പേർക്ക് ഇരിക്കാം. നിങ്ങൾ ഈ വണ്ടി വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. നിങ്ങൾ ഇനി വാങ്ങിച്ചിട്ടില്ല, ഒന്ന് വാങ്ങിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി അറിയിക്കാൻ ശ്രമിക്കുക. താങ്ക്